കേരളം ജയിക്കും, UDF നയിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യം കാത്തിരുന്ന വലിയ പ്രക്രിയക്ക് തുടക്കമാവുകയാണ്. ഭാരതത്തിന്റെ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് 2026. ഇത്തവണ ഇത് വെറും കണക്കെടുപ്പല്ല, ഇന്ത്യയുടെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ്. ഏകദേശം 145 കോടി ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ 31 ലക്ഷം ഉദ്യോഗസ്ഥരും മൊബൈൽ ആപ്പുകളും വെബ് പോർട്ടലുകളും സജ്ജമായി കഴിഞ്ഞു. 11,718 കോടി രൂപയാണ് ഈ ബൃഹത്തായ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം കൃത്യമായി മനസ്സിലാക്കാൻ സെൻസസ് അനിവാര്യമാണ്. സർക്കാരിന്റെ വരും കാല ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഈ വിവരങ്ങളാണ് അടിസ്ഥാനമാക്കുന്നത്. 2011 ശേഷം, അതായത് കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയ ഈ നടപടികളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ഇന്ത്യയെ പോലൊരു വികസ്വര രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം നിരവധി സവിശേഷതകളും ഇതിനു പിന്നിൽ വലിയ ചരിത്രവുമുണ്ട്. ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തുന്ന അഭിമാനകരമായ ചരിത്രമുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു 2011 വരെ ഇന്ത്യ. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങളല്ല, മറിച്ച് വീടിനെയും സൗകര്യങ്ങളെയും കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്നത്. വീടിന്റെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യങ്ങൾ, പാചകവാതക ഇന്ധനങ്ങളെക്കുറിച്ച്, ആസ്തികളെക്കുറിച്ച്, ഡിജിറ്റൽ കണക്ടിവിറ്റികളെക്കുറിച്ച് എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ. കേരളത്തിൽ ഇതിന്റെ നടപടികൾ ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നത്. ജൂൺ 16 മുതൽ 30 വരെ നമുക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം വെബ് പോർട്ടൽ വഴി ലഭ്യമാകും. ഇതിൽ പരാജയപ്പെടുന്ന ആളുകളെ, അതായത് ഇതിൽ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ നേരിട്ട് വന്നുകൊണ്ട് ഇത്തരം രേഖകൾ രേഖപ്പെടുത്തും. രണ്ടാം ഘട്ടം, ഇതാണ് യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ്. 2027 ഫെബ്രുവരിയിലാണ് ഈ ഘട്ടം നടക്കുക. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ജാതി വിവരങ്ങൾ, മതം, വിദ്യാഭ്യാസം എന്നിവയൊക്കെയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഇത്തവണ വെറും പേപ്പറും പേനയുമല്ല, പകരം മൊബൈൽ ആപ്പുകളാണ് താരം. 16 ഭാഷകളിൽ ഈ ആപ്പ് ലഭ്യമാണ്. 31 ലക്ഷം ഉദ്യോഗസ്ഥരാണ് വിവരശേഖരണത്തിനായി രാജ്യത്ത് ഉടനീളം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാമൂഹിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സുപ്രധാന തീരുമാനങ്ങളും ഈ സെൻസസിലുണ്ട്. ഉദാഹരണത്തിന്, ലിവിങ് ടുഗദർ ദമ്പതികളെ ഈ സെൻസസിൽ വിവാഹിതരായിട്ടാണ് പരിഗണിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായിരിക്കും എന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. വിവരാവകാശ നിയമപ്രകാരമോ കോടതികൾക്കോ ഈ വ്യക്തിഗത വിവരങ്ങൾ കൈമാറില്ല. സെൻസസ് സമയത്ത് നിങ്ങൾ യാതൊരുവിധ രേഖകളും ഹാജരാക്കേണ്ടതില്ല. ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന 33 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഓരോ പൗരന്റെയും കടമ. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണം, വൈദ്യുതി, ഇന്റർനെറ്റ് സൗകര്യം, കുടിയേറ്റം എന്നിവയെല്ലാം ഈ 33 ചോദ്യങ്ങളിൽ ഉൾപ്പെടും. ഈ സാഹചര്യത്തിലും ഇന്ത്യയിൽ രാഷ്ട്രീയ പോരുകൾ ശക്തമാവുകയാണ്. സെൻസസ് കേവലം ഒരു കണക്കെടുപ്പ് മാത്രമല്ല, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. സെൻസസിന് തൊട്ടു പിന്നാലെ നടക്കാനിരിക്കുന്ന മണ്ഡല പുനർനിർണയമാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ പാർലമെന്റിൽ സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അവിടെ സീറ്റുകൾ വർദ്ധിക്കുകയും അത് രാഷ്ട്രീയപരമായി BJPക്ക് ഗുണകരമാവുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. സാമ്പത്തിക വിഹിതം പങ്കുവെക്കുന്നതിലും ജനസംഖ്യ മാനദണ്ഡമാക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാനം നഷ്ടമുണ്ടാക്കുന്നു എന്നും ചിലർ ആരോപിക്കുന്നു. ഇതിന് പിന്നിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം കൂടി കുറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസ്സത്തെ തന്നെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതായത് ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വാദം. കൂടാതെ ജാതി സെൻസസ് വേണമെന്ന രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ ഇപ്പോൾ ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുന്നത്. ചുരുക്കത്തിൽ 2026 സെൻസസ് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ പോരാട്ടം തെക്ക് വടക്ക് എന്ന നിലയിലേക്ക് മാറാൻ സാധ്യത ഏറെയാണ്. വികസനവും ജനസംഖ്യാ നിയന്ത്രണവും നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ മണ്ഡല പുനർനിർണയം നടത്തുമെന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നടപ്പിലാക്കുന്ന ഈ ഡിജിറ്റൽ യജ്ഞം സുതാര്യത ഉറപ്പാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അത് ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമായ കാര്യമാണ്. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും.
UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.